മേടിച്ച് വീട് പണിത് കഴിയുന്നതും നല്ല ഒരു 5 സ്റ്റാർ സ്റ്റൈലിലൊക്കെ ഉള്ള ഒരു സ്വിമ്മിംഗ് പൂളും ഗാർഡനും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല ടിപ്പ് ടോപ്പിലാകും. അപ്പോഴേക്കും നമ്മൾ മരിക്കും. അതിൻ്റെ ലോൺ അടച്ചു തീർക്കാൻ പിന്നെ ചിലപ്പോൾ അടുത്ത തലമുറയായിരിക്കും ഉണ്ടാവണേ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ലക്ഷ്യം വെക്കുമ്പോൾ ഇത് മറന്നു പോവുകയാണ്. നമ്മൾ ഇവിടേക്ക് വേണ്ടി അല്ല വന്നേക്കണത്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇത്. ഇപ്പം നമ്മൾ പ്രാർത്ഥനയിലൊക്കെ ഉള്ളവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ ഇത് മനസ്സിലാകാത്ത ആളുകളുണ്ട് ഒരുപാട് പേര്. അവര് പരക്കം പാച്ചിലാണ്. എന്തിനു വേണ്ടി? ഈ ബിസിനസ്സുകൾ തുടങ്ങാനും. ഒന്ന് തുടങ്ങി അതിനകത്ത് കുറച്ച് പ്രോഫിറ്റായി കഴിയുമ്പോഴേക്കും ഉടനെ അടുത്തത് തുടങ്ങി എന്നിട്ട് പെട്ടെന്ന് ഒരു കൊളാപ്സ്, ഒന്നും ഇല്ലാത്തൊരവസ്ഥ. അപ്പോൾ അതിനു മുമ്പുള്ള ഇത് എല്ലാം ഇങ്ങനെ ഒരു ബിസിനസ് അങ്ങ് ഷൈൻ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ഉടനെ ചെയിൻസ് ഓഫ് ബിസിനസ്. നമുക്കപ്പോൾ പല ആൾക്കാരെ മോഡലുണ്ട്, നമ്മുടെ പറയണില്ല, പല ബിസിനസ് ഹൗസുകൾ മോഡലുണ്ട് നമുക്ക്, ഇല്ലേ? ഇതുണ്ട്. അതിൽ ഒരു ചെറിയ കടയിൽ തുടങ്ങിയ ആൾ ഇപ്പോൾ ഇത്ര ബിസിനസ് ഹൗസുകളായി. ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ അതേമാതിരി അംബീഷ്യസ് ആകേണ്ട വല്ല ആവശ്യമുണ്ടോ? നമ്മുടെക്ക് മനസ്സിലാക്കേണ്ടത് ഇതല്ല ആത്മാവിലുള്ള ജീവിതം. എന്നാൽ ഇതിലെല്ലാത്തിലും കിട്ടുന്ന സന്തോഷത്തേക്കാൾ വലിയ ഒരു സന്തോഷം ഈ ആത്മാവിലുള്ള നേട്ടങ്ങൾ, നമ്മൾക്ക് കിട്ടുന്ന പൈസയും എല്ലാം ആത്മീയമായ. അതാണ് ഇവിടെ നമ്മൾക്ക് അറിയാവുന്ന ഒരു കണക്ക് 10%. എവിടെ പറഞ്ഞേക്കണേ 10% എന്ന്? പുതിയ നിയമത്തിൽ എങ്ങും 10% എന്ന് പറഞ്ഞിട്ടില്ല. അതൊക്കെ ഈ പഴയ നിയമത്തിൽ പറഞ്ഞേക്കണതാ. പുതിയ നിയമത്തിൽ പറഞ്ഞേക്കണത് നിനക്കുള്ളത് എല്ലാം നീ കൊടുക്കാനാ പറഞ്ഞേക്കണേ. എന്നിട്ട് എന്നെ അന്വേഷിക്കുക, എന്റെ പിന്നാലെ വരും. നിനക്കുള്ളതെല്ലാം. അപ്പൊ നമ്മൾ ഇതെല്ലാം അവിടെ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം എന്താ? നമുക്ക് ആവശ്യമുള്ള കർത്താവ് തന്നോളും. അറ്റ്ലീസ്റ്റ് ആ ആശയം മനസ്സിലാക്ക്. ഞാൻ ദശാംശം ആർക്കാ കൊടുക്കേണ്ടത്? ദശാംശം. ഈ ദശാംശത്തിന്റെ കണക്ക് പറയുമ്പോൾ നിനക്ക് 10% അനുഗ്രഹം കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ അതൊക്കെ ഒരു സ്പെക്കുലേറ്റീവായിട്ടാണ് ദശാംശം കൊടുക്കുന്നത് തന്നെ. ദശാംശം കൊടുക്കുന്നത് തന്നെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നീ 10 കൊടുത്താൽ 100 കിട്ടുന്നു. അതിനു വേണ്ടിയാണ്. പക്ഷേ പുതിയ നിയമത്തിൽ ഈശോ ഒരിടത്തും പറയണില്ല ദശാംശം കൊടുക്കാൻ. ഈശോ പറയണത് നിനക്കുള്ളതെല്ലാം കൊടുക്കുക. കാരണം നിനക്കുള്ളത് മുഴുവൻ എവിടെ നിന്ന് കിട്ടിയതാ. നമ്മൾ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞാലും ദൈവത്തിൽ നിന്ന് കിട്ടിയതാണ്. അറ്റ്ലീസ്റ്റ് ആ ഒരു ആശയം. അപ്പൊ ഈ ദശാംശം കൊടുക്കലൊക്കെ തുടങ്ങിയത് അബ്രാഹത്തിന്റെ കാലത്ത് തുടങ്ങിയതാ. ആ അബ്രാഹം കൊടുത്തതിനേക്കാൾ ഉപരിയായിട്ട് ഉള്ളൊരു കാര്യമാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത് എന്ന് വിചാരിച്ച് ഞാൻ പറയണതിൻ്റെ ആശയമാണ്. നമ്മളുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് ഈ കൊടുക്കലിലൂടെ എല്ലാം ലക്ഷ്യമാക്കുന്നത് എന്താ? നമ്മളൊരു മെറ്റീരിയൽ സമ്പത്തിനെ അറ്റാച്ച്ഡ് ആകരുത്. വി ഷുഡ് നോട്ട് ബി അറ്റാച്ച്ഡ് ടു മെറ്റീരിയൽ. മെറ്റീരിയലുമായിട്ട് നമ്മൾ അറ്റാച്ച് ആകുമ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ളത് നമുക്ക് ഡിറ്റാച്ച് ആവണം. സ്പിരിച്വലായിട്ട് കിട്ടില്ല. പക്ഷെ നമ്മുടെ മെറ്റീരിയൽ വെൽത്ത് കൊണ്ട് നമുക്ക് സ്പിരിച്വൽ കാര്യങ്ങൾ നേടാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ജീസസ് വണ്ടർ, ഈ ജീസസ് വണ്ടർ എന്തോരം ആളുകളാണ് കാണുന്നത്, എന്തോരം കുഞ്ഞുങ്ങൾ അതിലൂടെ നന്മയിലേക്ക് വരുന്നത്. സോ ഇറ്റ് ഈസ് എ സ്പിരിച്വൽ തിങ്. പക്ഷെ അത് ഉണ്ടാക്കണമെങ്കിൽ ഇറ്റ് നീഡ്സ് എ മെറ്റീരിയൽ സമ്പത്ത് വേണം. അപ്പൊ നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽ സമ്പത്തിനെ എങ്ങനെ സ്പിരിച്വലൈസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അതും ഒരർത്ഥമാണ്. അപ്പൊ അധാർമികം എന്ന് പറഞ്ഞാൽ കൈക്കൂലി മേടിച്ചിട്ട് ചെയ്ത് സ്പിരിച്വൽ ആക്കാന്നുള്ളതല്ല. അവിടെ പറയുന്നത് ആത്മീയ സമ്പത്തും ആത്മീയമല്ലാത്ത മെറ്റീരിയൽ സമ്പത്തും. അതന്നെ, അതാണ്. ദാറ്റ് ഈസ് യുവർ പോയിന്റ്, ഇല്ലേ? അപ്പോ ധാർമ്മികം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ എന്നുള്ള അർത്ഥത്തിൽ എടുത്താൽ മതി. അത് ഇനി വേറെ ട്രാൻസ്ലേഷൻസ് നോക്കുമ്പോൾ ഐ തിങ്ക് ഇംഗ്ലീഷിൽ അത് ക്ലിയർ ആണ് തോന്നുന്നുണ്ട്. സ്പിരിച്വൽ സമ്പത്ത്. ഓക്കെ, ഇനി
നിങ്ങൾക്കായി രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്നത് സദ്വാർത്തയാണ്. കാരണം പറഞ്ഞോ, ആ രക്ഷകൻ രക്ഷിച്ചിട്ട് ആ രക്ഷകൻ എന്താ ചെയ്തേ? ആ രക്ഷകൻ ഈസ് ഗോയിങ് ടു എസ്റ്റാബ്ലിഷ് ദ കിങ്ഡം, ദൈവരാജ്യം. ഇതൊരു വാർത്ത ഫുള്ളായിട്ട് റിയലൈസ് ആവുന്നത് എപ്പോഴാണ്? രക്ഷകൻ ജനിച്ചു. പക്ഷേ ഹീസ് ജനിച്ചിരിക്കുന്നത് മരിക്കാനാണ്. അത് പൂർത്തിയാകണം. അത് നമ്മളെ സംബന്ധിച്ച് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി അതാണ് പ്രഘോഷിക്കേണ്ടത്. ഇതിങ്ങനെ നമ്മൾ പ്രഘോഷിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ വന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപം, പശ്ചാത്താപം വന്നിരിക്കുന്നു. നമ്മൾ ഇത് നിന്നെ എല്ലാം ക്ഷമിച്ചിരിക്കുന്ന ഒരു രക്ഷകന്റെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ എങ്ങനെ ആയിരിക്കും അത് ജനം അക്സെപ്റ്റ് ചെയ്യുക? അവിടെയാണ് നമ്മൾക്ക് ഉണ്ടാകേണ്ട ഒരു സ്ട്രാറ്റജി. ഇത് ജനങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ നിലവിലുള്ളത് പാപം, പശ്ചാത്താപം, പരിശുദ്ധാത്മാവ്, യേശു രക്ഷകൻ, ഇങ്ങനൊരു ടോപ്പിക്കാണ്. പക്ഷെ ആ ടോപ്പിക്ക് എങ്ങനെയാണെങ്കിലും മനുഷ്യന്റെ മനസ്സിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ചിന്ത, നീ പ്രമാണം അനുസരിച്ച് നടന്നില്ലെങ്കിൽ നിനക്ക് ശിക്ഷ കിട്ടും. പാപം മാറണമെങ്കിൽ നീ പ്രമാണം അനുസരിക്കണം, ഇല്ലേ? അതല്ലേ ഫ്രാങ്കായിട്ട് പറഞ്ഞേ? ഇതാണ് നമ്മളൊക്കെ പഠിപ്പിച്ചിരുന്നത്. പണ്ട് ഞാനും അങ്ങനെ വിചാരിച്ചിരുന്നത്. അനുസരിക്കണം, കുമ്പസാരിക്കണം, മര്യാദയ്ക്ക് ജീവിക്കണം, അപ്പം നീ സ്വർഗത്തിൽ പോവും. പക്ഷേ പ്രമാണം അനുസരിക്കുന്നത് കൊണ്ടല്ല ഒരുവൻ സ്വർഗത്തിൽ പോകണമെന്നുള്ളത് നമ്മൾ സമർത്ഥിക്കാൻ സാധിക്കണം. അതിനാണ് ഞാൻ പറയണത്. അപ്പൊ എന്ത് സംഭവിക്കണം? എന്തുകൊണ്ടാണ് ഒരുവനെ പാപം വന്നിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ പ്രമാണം വന്നത്? പാപം എന്തെന്ന് മനസ്സിലാക്കാനാണ്. എന്തുകൊണ്ടാണ് ഈ പാപം വന്നത്? അതാണ് പ്രോബബ്ലി നല്ലൊരു വഴി. അപ്പൊ നമ്മളുടെ ക്ലാസ്സിൽ പാപത്തെക്കുറിച്ച് പറഞ്ഞു, ഇത് ചെയ്യരുത്. പക്ഷേ നമ്മൾ പഠിപ്പിക്കേണ്ടത് പാപം എങ്ങനെയുണ്ടായി. പാപമുണ്ടായത് ഉത്ഭവഭാവത്തിലൂടെയാണ്. അപ്പൊ ഉത്ഭവഭാവത്തെക്കുറിച്ചുള്ള ടീച്ചിങ് വരണം. ഈ ഉത്ഭവഭാവത്തിലായിരുന്ന മനുഷ്യരെ അതാണ് നമ്മൾ ഉൽപ്പത്തിയിൽ ആ ഉത്ഭവഭാവം ചെയ്ത ആദവും ഹവ്വയെയും ദൈവം ശിക്ഷിച്ചോ? ദൈവം അവരെയും തുകൽ വസ്ത്രം അണിയിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇനി ഇവിടെ നിന്നാൽ അപകടമാണ്. നിങ്ങൾ ജീവന്റെ വൃക്ഷത്തിൽ നിന്നെങ്ങാനും കൂടി ഭക്ഷിച്ചാൽ പിന്നെ നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ നിത്യതയിലേക്ക് പ്രവേശിക്കും. അതായത് പൈശാചികത വന്നത്, പിശാച് ഉണ്ടായത്, നിത്യത ഉണ്ടായിരുന്ന മാലാഖമാര് പാപം ചെയ്തപ്പോഴാണ് പിശാച് ഉണ്ടായത്. അതിന്റെ ഒരു റിവേഴ്സ് പ്രോസസ്സിൽ നിങ്ങൾ വരും. നിങ്ങൾ ഇപ്പൊ നിത്യത ഇല്ല, നിങ്ങൾ പാപാവസ്ഥയിലാണ്. പക്ഷെ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ നിങ്ങൾക്ക് നിത്യത വരും. അപ്പൊ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഇപ്പൊ ഭക്ഷിച്ചാൽ പാപാവസ്ഥയിൽ നിങ്ങൾ നിത്യത ഭാവിച്ചാൽ പിന്നെ നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് ഇപ്പൊ പോയിക്കോ. അവര് ദൈവത്തെ പോലെ ആയിരുന്നല്ലോ. പാപം വഴിയാണ് അവരിലുണ്ടായിരുന്ന ആ അമർത്യതയ്ക്ക് ഭംഗം വന്നത്. അത് മുഴുവനും പോയിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതാണ് യേശുക്രിസ്തുവിലൂടെ വീണ്ടെടുത്തത്. അപ്പൊ അത് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. യേശുക്രിസ്തു തന്റെ ജീവൻ നൽകി. യേശുക്രിസ്തുവിന്റെ ജീവൻ എന്താ? നിത്യതയാണ്. അത് ആർക്ക് നൽകി? ആദം മൂലം വ്രണപ്പെട്ട എല്ലാവർക്കും നൽകി. അതാർക്കൊക്കെയാ? സകല മനുഷ്യന്. അതാണ് സകല ജനത്തിനും വേണ്ടിയുള്ള സദ്വാർത്ത വന്നിരിക്കണമെന്ന് പറയുന്നത്. അതായത് ആദം മൂലമുണ്ടായ പാപം മൂലം ഭൂമിയിലുള്ള സകല മനുഷ്യരും പാപികളായി തീർന്നുവെങ്കിൽ ഒരു മനുഷ്യൻ മൂലമുണ്ടായ പാപത്തിൽ നിന്നും അവരെ മോചിപ്പിക്കാൻ യേശുക്രിസ്തു എന്ന മറ്റൊരു മനുഷ്യന്റെ നീതീകരണ പ്രവൃത്തി നടന്നു എന്നുള്ളത്. യേശുക്രിസ്തുവിലൂടെയുള്ള നീതി. അപ്പൊ ഇതാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. ഉത്ഭവ പാപം മൂലം
അതാണ് ഈശോ പറയണ്ടേ, അണലിപ്പാമ്പിൻ പൈതങ്ങളെ നിങ്ങൾ എങ്ങനെ നന്മ ചെയ്യും? അതായത് എല്ലാ മനുഷ്യരിലും ഈ വിഷം വന്നിരിക്കുന്നത് അവരുടെ കുറ്റമല്ല, അവരിൽ ഈ ആദിമാതാപിതാക്കളിൽ നിന്നുള്ള പാപം പ്രസരിക്കുന്നതാണ്. 134 സങ്കീർത്തനം വരെയാണ്, 139 സങ്കീർത്തനം. നമ്മൾ ഇത് സങ്കീർത്തനങ്ങളെല്ലാം പഠിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഗുണമുണ്ട് കേട്ടോ. നമ്മളുടെ ഈ നമ്മൾ എംഫസൈസ് ചെയ്യുന്ന ഈ ഉത്ഭവ പാവം ഉണ്ടല്ലോ, അപ്പൊ ഉത്ഭവ കൃപയ്ക്കുള്ള സ്വാധീനം അതാണ് ഉത്ഭവ വിശുദ്ധി. ഉത്ഭവ വിശുദ്ധിയാണ് തിരിച്ചു പിടിച്ചത് ഈശോസ്തുവിന്റെ വരവിലൂടെ. ഉത്ഭവ വിശുദ്ധി, ഒറിജിനൽ ഇന്നസെൻസിൽ ആയിരുന്ന ആദിമാതാപിതാക്കൾ ഉത്ഭവപാപം മൂലം ആ ഒറിജിനൽ ഇന്നസെൻസിനെ മങ്ങലേറ്റു. ആ ഒറിജിനൽ ഇന്നസെൻസ് അവർക്ക് നഷ്ടപ്പെട്ടു. അത് യേശു വീണ്ടെടുത്തു യേശുവിന്റെ വരവിലൂടെ, യേശുവിന്റെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള വരവിലൂടെ. അതായത് ദൈവം മനുഷ്യരുടെ പാപങ്ങൾ അവർക്കെതിരെ പരിഗണിക്കാതെ തന്റെ പുത്രനെ ആ പാപികളിൽ ഒരാളായിട്ട് മനുഷ്യാവതാരം ചെയ്യിപ്പിച്ചിരിക്കുന്നു. അതോടെ ദൈവം മനുഷ്യരുമായിട്ട് രമ്യപ്പെട്ടു, ശത്രുത അവസാനിച്ചു, കൃപ വന്നിരിക്കുന്നു. മിസ്റ്ററി ഓഫ് ഇൻകാർണേഷൻ. അപ്പൊ ഇൻകാർണേഷൻ തന്നെ ഈ രക്ഷയുടെ അച്ചാരത്തിന്റെ ഒരു വശമാണ്. മനുഷ്യനെ ദൈവം മനുഷ്യനായി അവതരിച്ചത് എന്തിനാ? മനുഷ്യർ ചെയ്ത പാപത്തിന്. അതാണ് സിറോ മലബാർ കുർബാനയിലുണ്ടത്. അവന്റെ ദൈവീക സ്വഭാവം നമുക്ക് നൽകുന്നതിന് വേണ്ടി അവൻ നമ്മുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. അവന്റെ ദൈവീക സ്വഭാവം നമുക്ക് നൽകുന്നതിന് വേണ്ടി അവൻ നമ്മുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. അപ്പൊ ഇത് നമ്മൾ ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ളതല്ല, ഇത് ലോകം മുഴുവനും ഉള്ളതാണെന്ന് നമ്മൾ വിശ്വസിക്കണം. അപ്പൊ ആദവും ഹവ്വയും പാപം ചെയ്തതിലൂടെ ലോകം മുഴുവനിലേലും കടന്നു വന്ന ആ തിന്മ, അതാണ് ഒരു മനുഷ്യന്റെ പാപം മൂലം എല്ലാവരിലും കടന്നു വന്ന പാപം ഒരു മനുഷ്യന്റെ നീതി പ്രവൃത്തിയിലൂടെ ഇല്ലാതാക്കി. സങ്കീർത്തനം 139 പാപത്തോടെയാണു ഞാൻ ജനിച്ചെന്ന് 100 ഇല്ലില്ല, അത് 51. കർത്താവ് അവിടെ നിന്ന് എന്നെ പഠിച്ചു, ഞാൻ ഒരിക്കലും എൻ്റെ വിചാരങ്ങൾ എൻ്റെ അടുപ്പം എൻ്റെ മാർഗം ഞാൻ വായിക്കാൻ വന്നത് അതല്ല, ഞാൻ 12 വായിക്കാൻ വന്നത്. മറ്റതും ഇതാണ്. ഇതുണ്ടോ, ഇരുട്ട് എന്നെ മൂടട്ടെ. 11 ഇരുട്ട് എന്നെ മൂടട്ടെ, എന്റെ ചുറ്റുമുള്ള പ്രകാശം ഇരുട്ടായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും അങ്ങേക്ക് ഇരുട്ടായിരിക്കയില്ല. ഇരുട്ട് പോലും അങ്ങേക്ക് ഇരുട്ടായിരിക്കയില്ല. രാത്രി പകൽ പോലെ പ്രകാശപൂർണമായിരിക്കും. എന്തെന്നാൽ അങ്ങേക്ക് ഇരുട്ട് പ്രകാശം പോലെ തന്നെയാണ്. അപ്പൊ ദൈവത്തെ സംബന്ധിച്ച് ഈ പാപം, പിശാചിലൂടെ ഉണ്ടായ പാപം വലിയ പ്രശ്നമൊന്നുമല്ല. കാരണം ഇതെവിടെ വെച്ചാൽ ഈ പാപം ഉണ്ടായത്? പറുദീസയിൽ വെച്ചിട്ടാണ്. അപ്പൊ പറുദീസയിൽ എന്തുകൊണ്ട് ഈ പാപത്തെ ഉണ്ടാകാൻ ദൈവം അനുവദിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ പറഞ്ഞതിന് എന്താ കുഴപ്പം? അങ്ങനെ വരുമ്പോഴത്തേക്കും ഉത്ഭവ വിശുദ്ധി ലഭിച്ചു. ഉത്ഭവ വിശുദ്ധി ലഭിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരു പുതിയ സൃഷ്ടിയാകുന്നത് നമ്മുടെ പ്രവൃത്തിയല്ല, പുതിയ സൃഷ്ടിയാവുന്നത്. അതാണ് കാനായിലെ കല്യാണം എന്ന വെള്ളം എന്ന സൃഷ്ടിയെ യേശു ക്രിസ്തു മറ്റൊരു സൃഷ്ടിയാക്കി മാറ്റി. അപ്പൊ ഈ ഉത്ഭവ പാപം മൂലം വ്രണപ്പെട്ട മനുഷ്യവംശത്തെ യേശു ക്രിസ്തുവിന്റെ വരവിലൂടെ ആ ഉത്ഭവ വിശുദ്ധിയിലേക്കാക്കി മാറ്റി. അതാണ് സ്നാനത്തിലൂടെ നമ്മൾക്ക് സംഭവിക്കുന്നത്. ഇപ്പോഴത്തെ നോക്കുമ്പോഴത്തേക്കും മനുഷ്യൻ ഈ പുതിയ സൃഷ്ടി ആകുമെന്ന് പറയുമെങ്കിലും അവൻ ശ്രമിച്ച് ദേഷ്യം ഉണ്ടാക്കി പാവത്തിൽ നിന്ന്. കറക്റ്റ്. പുതിയ സൃഷ്ടി ആവുന്നൊക്കെ നമ്മൾ പറയണത് നീ പുതിയ സൃഷ്ടി ആവണം, അല്ലെങ്കിൽ നീ ശരിയാവില്ലട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തിയിലൂടെ പുതിയ സൃഷ്ടി ആവുന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കൂതാശകളാണ് ഈ പുതിയ സൃഷ്ടി ആക്കുന്ന സിമ്പിൾ കാര്യം.
മാമോദീസ, സ്ഥൈര്യലേപനം, വിശുദ്ധ കുർബാന. ഈ 3 കൂദാശകളുമാണ്. അതിപ്പോ ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? ഇനിസിയേഷൻ സാക്രമെന്റ് എന്നാ പറയണേ. ആരുടെ ഇനിസിയേഷനിലത്? ഇനിസിയേഷൻ കം ഫ്രം ഗാഡ്. മനുഷ്യന്റെ ഇനിസിയേഷനിലാണോ മാമോദീസ നടക്കണേ? അപ്പൊ അത് ഗിഫ്റ്റാണ്. അത് ഇറ്റ് ഈസ് വർക്കിംഗ് ഫ്രം എബവ്. അതാണ് നിക്കോദേമോസിനോട് പറഞ്ഞു. ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തിൽ ശ്രദ്ധിച്ചോട്ടോ, ഒരു മിനിറ്റ് ഇത്തിരി വെള്ളം കുടിച്ചിട്ട്. യോഹന്നാന്റെ സുവിശേഷം 1 മുതൽ 11 അധ്യായം വരെ ഈ ഒരേ തീമാണ്. ഒരേ തീം, പുതിയ സൃഷ്ടിയാവുക എന്നുള്ളതാണ്. പെട്ടെന്ന് പറയാം. 1 അധ്യായത്തില് 12, 13 വചനത്തിൽ പറയണ എന്താ? അവനെ സ്വീകരിച്ചവരും അവനിൽ നാമത്തിൽ വിശ്വസിച്ചവരും ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. കണ്ടോ, ഇത് അവരുടെ ജഡത്തിൽ നിന്നും പുതിയ സൃഷ്ടി. അപ്പൊ എന്നിട്ട് അത് രണ്ടാമത് ക്ലിയർ പറയാണ്. എന്താ പറയണത് അടുത്തത്? അതായത് അവരുടെ ജനനം രക്തത്തിൽ നിന്നോ മാംസത്തിൽ നിന്നോ അല്ല, മനുഷ്യന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. ആരാണത്? യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരും അവനെ സ്വീകരിച്ചു. അപ്പൊ എന്താണ് അവിടുത്തെ ഗവേണിംഗ് പോയിന്റ്? വിശ്വാസമാണ്. അതിന് വേറൊരർത്ഥം ദൈവമക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ഇച്ഛയിൽ ജനിച്ചവരാണ് എന്നുള്ളതില്ല. അല്ല, അതിന്റെ അർത്ഥം മനുഷ്യരുടെ ഇച്ഛയിൽ നിന്ന് ജനിച്ചവരെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോ അവരിൽ മനുഷ്യമക്കൾത്തായും മാറി ദൈവമക്കൾത്തായും ആയി. അവര് ബയോളജിക്കലി ദേ ആർ ബോൺ ഫ്രം ഹ്യൂമൻ. പക്ഷെ ആ ബയോളജിക്കൽ ബർത്തിലുണ്ടാവുന്ന ആ ട്രഡീഷണൽ ആദവും ഹവയിൽ നിന്ന് വരുന്ന ആ കണ്ടിന്യൂറ്റി യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോ കംപ്ലീറ്റ്ലി കട്ട് ഔട്ട്. അതായത് നമ്മൾ ആദത്തിന്റെ വൃക്ഷത്തിന്റെ ശാഖയെ മുറിച്ച് ക്രിസ്തുവാകുന്ന വൃക്ഷത്തിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നു. അതാണ് വൃക്ഷത്തിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്തപ്പോ ഈ യേശു വൃക്ഷത്തിൽ നിന്നുള്ള ജീവജലം, യേശു വൃക്ഷത്തിൽ നിന്നുള്ള വചനം, യേശു വൃക്ഷത്തിന്റെ രക്തം, യേശു വൃക്ഷത്തിന്റെ മാംസം, ഇത് മുഴുവനും ഈ ശാഖയിൽ വന്നാ പിന്നെ ആദ്യത്തിന്റെ വല്ല റിസൾട്ടും അതിനകത്ത് ഉണ്ടാവോ? ഇതാണ് വീണ്ടും ജനിക്കുന്നതാണ് അതിന്റെ അർത്ഥം. മാമോദീസയിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും കൂദാശകളിലൂടെയും ഉള്ള ജീവിതമാണ് പുതിയ ജീവിതം. അപ്പൊ ശ്രദ്ധിച്ചോട്ടോ. ഇപ്പോ ചാപ്റ്റർ 1, 12, 13 ക്ലിയർ ആയില്ലേ? എന്നിട്ട് ഇതിന്റെ അടുത്ത എക്സ്പ്ലനേഷൻ ആണ് 16 പറയുന്നത്. അവനിൽ അവന്റെ പൂർണ്ണതയിൽ, പൂർണ്ണത എന്ന് പറഞ്ഞാൽ കൺഫർമേഷനും യൂക്രിസ്റ്റും ആയി. നമ്മൾ പൂർണ്ണമായിട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കൃപ കൊണ്ട് നിറഞ്ഞു. അവന്റെ പൂർണ്ണതയിൽ നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ. അതായത് മാമോദീസായിൽ കിട്ടിയ കൃപ, സ്ഥൈര്യലേപനത്തിൽ കിട്ടിയ കൃപ. അല്ല, അതിന്റെയൊക്കെ ബേസിസിലാണ് ഈ കൃപയുടെ ഈ സാക്രമെന്റ്സ് എല്ലാം വരുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇത് എങ്ങനെ അപ്ലൈ ആവുന്നതാണല്ലേ. ഇന്നത്തെ അവസ്ഥയിൽ അന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ പ്രാവർത്തികമാണ് ഇന്ന് നമ്മൾക്ക് ഉള്ള കൂദാശകളൊക്കെ. പക്ഷെ അപ്പൊ അതിനെ നമുക്ക് കറക്റ്റായിട്ട് ലിങ്ക് ചെയ്യാം. ഇങ്ങനെ അവന്റെ പൂർണ്ണതയിൽ നാം എല്ലാം ഒരുപക്ഷെ ഇപ്പൊ ഇത് കേൾക്കണം കേട്ടോ. ഇപ്പൊ ഞാനത് പറയുമ്പോൾ നമ്മളൊരു ഡിസ്കഷൻ മാതിരി ചിന്തിക്കാം. ഇപ്പൊ യോഹന്നാൻ ഇത് എഴുതിയത് എപ്പോഴാ? യോഹന്നാൻ ഇത് എഴുതിയത് പന്തക്കോസ്തയും കഴിഞ്ഞ് കുറെ കഴിഞ്ഞതിന് ശേഷമാണല്ലോ. അപ്പോഴേക്കും ഓൾറെഡി ഇതെല്ലാം പ്രാബല്യത്തിലായി കഴിഞ്ഞിരിക്കണു. പന്തക്കോസ്ത കഴിഞ്ഞു, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു, കൂദാശകൾ ഉണ്ടായി, അവര് മാമോദീസ മുങ്ങി, സ്ഥൈര്യലേപനം ഉണ്ടായി, വിശുദ്ധ കുർബാന ഉണ്ടായി. ആ കാലഘട്ടത്തിലാണ് ഇതൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇറ്റ് ഈസ് വെരി ക്ലിയർ ടു ഹിം. അവന്റെ പൂർണ്ണതയിൽ നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. നിയമം വന്നത് മോശ വഴി, കൃപയും സത്യവും വന്നത് യേശു വഴി. കേട്ടോ, ഇപ്പൊ ഇത് ക്ലിയർ ആയി. ഇപ്പൊ ഞാൻ പറയണത്, ഇപ്പം സോജൻ പറയണത് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ ഈ നിയമത്തിലൂടെ അല്ല കൃപയിലൂടെയാണ് എന്നുള്ളത് എങ്ങനെ ക്ലാസ് എടുക്കണം. സാധാരണ നമ്മൾ എടുക്കുന്നത് ദൈവസ്നേഹം,
പാപം, പശ്ചാത്താപം, പരിശുദ്ധാത്മാവ്, യേശു രക്ഷകൻ, ഇങ്ങനെ പോകുന്നു. പക്ഷെ അത് വിട്ടിട്ട് നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷത്തെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി, എന്നിട്ട് അപ്പസ്തോല പ്രവർത്തനത്തെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് നോക്കിക്കോട്ടോ, ഇത് കഴിഞ്ഞിട്ട് അടുത്ത് കാണുന്നത് എന്താ? ആ ആദ്യ അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ എങ്ങനെ ഒരു പുതിയ സൃഷ്ടിയായി എന്നുള്ളതാണ്. ഏത്? യോഹന്നാൻ എവാഞ്ചലിസ്റ്റും അന്ത്രയോസും കൂടി യോഹന്നാൻ മൗന്താനം പറഞ്ഞേ അവനാണ് ഈ പുതിയ സൃഷ്ടിയാക്കണ ആള്. അതായത് ലോകത്തിന്റെ പാപം മുഴുവനും നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ദാ പോകുന്നു. അപ്പൊ ഇവര് ഒരുപക്ഷെ ഒരു ഹോംവർക്കൊക്കെ ചെയ്തിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ യോഹന്നാൻ മൗന്താനിക്ക് എന്താ പ്രഘോഷിക്കാനുള്ളത്? വരാനിരിക്കുന്നവനെ കുറിച്ചാണ്. അവൻ വരും. അപ്പൊ അവനെ കുറിച്ച് പറഞ്ഞു കേട്ട് കേട്ട് ഇവരുടെ ശിഷ്യന്മാരുടെ ഹൃദയം ജ്വലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദേ അവനാണത്. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ അത് അവനാണ്. എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞാൽ നിന്റെ ടീം വിട്ട് ഞാൻ ആ ടീമിലേക്ക് പോട്ടെ. ശരി ശരി, നിങ്ങൾ പോയിക്കോ, അവൻ വളരണം, ഞാൻ കുറയണം, നമ്മുടെ ടീം വേണ്ട, ആ ടീം വളരട്ടെ. അങ്ങനെ അവരോടുകയാണ് പുറകെ. അവരങ്ങനെ പുറകെ ഓടുമ്പോ പെട്ടെന്ന് ഈശോ തിരിഞ്ഞു ചോദിക്കുക, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? ഓ പറയാണ്, അങ്ങ് എവിടെയാ താമസിക്കണേ? വന്ന് കാണുവിൻ. അപ്പൊ ഇതൊക്കെ ഭയങ്കര മിസ്റ്റിക്കലാണ്. ഈ ഈശോ തന്നെ പറഞ്ഞേക്കണം മനുഷ്യപുത്രന് തലചാക്കാൻ ഇടവില്ലാന്ന്. പിന്നെ എന്ത് വന്ന് കാണാനാ പറഞ്ഞേക്കണത്? അപ്പൊ വന്ന് കാണുവിൻ എന്നെല്ലാം പറയണത്, നീ എൻ്റെ അടുത്ത് വാ, അപ്പൊ കാണാ സംഭവം എന്താ നടക്കണേന്ന്. മനസ്സിലായ? നീ ഇനി അടുത്ത് വാ, നമ്മളൊന്ന് മുട്ടുമ്പോ കാണാം. അപ്പോ ഇവര് അവിടെ ചെന്ന്, എന്നിട്ട് യോഹന്നാൻ പറഞ്ഞിരിക്കുകയാണ്, അപ്പോൾ 4 മണി സമയമായിരുന്നു. കണ്ടോ, ഒരു ടൈം, ഇതിന്റെ എക്സാക്ട് ടൈമാണ്. കാരണം ഞാൻ പറയണത്, ഞാൻ പെണ്ണ് കാണാൻ ചെന്ന സമയം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. 11 മണി സമയമായിരുന്നു. എന്തുകൊണ്ട് എനിക്ക് മറക്കാൻ പറ്റുന്നില്ല? ദാറ്റ് ഈസ് എൻ്റെ ജീവിതത്തിലെ ഒരു ഭയങ്കര സംഭവമായിരുന്നു. എന്ന മാതിരിയാണ് യോഹന്നാൻ 90 വയസ്സിൽ എഴുതിയിരിക്കുകയാണ്, യുവാവായിരുന്നപ്പോ ഈ യേശുവിനെ ആദ്യം കണ്ടുമുട്ടിയ സമയം 4 മണി സമയമായിരുന്നു. അതോടെ യോഹന്നാൻ ആകെ മാറി. യോഹന്നാൻ പിന്നെ ആ യേശുവിനെ വിട്ടിട്ടേയില്ല. ഒരു കോണ്ടംപ്ലേറ്റീവ് എക്സ്പീരിയൻസിലേക്ക് വന്നു. യോഹന്നാൻ പുതിയ സൃഷ്ടിയായി മാറി. അന്ത്രയോസും പുതിയ സൃഷ്ടിയായി മാറിയെങ്കിലും അന്ത്രയോസിന് അവിടെ ഇരിക്കപ്പുറത്തില്ല. യോഹന്നാൻ ഇവിടുന്ന് പോവില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അന്ത്രയോസ് പറയണം, ഞാൻ ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല, ഞാൻ ഉടനെ പോയിട്ട് 4 ആളോട് പറയണം, എൻ്റെ സഹോദരൻ പത്രോസിനോട് പറയണം. അവൻ അവിടെ നിന്ന് ഒറ്റ ഓട്ടമാണ്, കടപ്പുറത്തേക്ക് പോയിട്ട് ഓടി അവിടെ ചെന്നിട്ട്, പത്രോസേ ഞങ്ങൾ മിശിഹായെ കണ്ടു. നമുക്കിത് പറയാൻ പറ്റുമോ? ദാറ്റ് ഈസ് ദ പോയിന്റ്. നിനക്കിത് പറയാൻ പറ്റണം, ഞാൻ മിശിഹായെ കണ്ടു. ഇത് എനിക്ക് പറയാൻ പറ്റും. ഐ ആം എക്സ്പീരിയൻസിങ്. അതാണ് സുവിശേഷം. ഐ ഫൗണ്ട് ദ മെസ്സായ. ഇതായിരുന്നു അന്ത്രയോസിന്റെ ഒറ്റ വാക്ക്. അത് കേട്ട വഴി പത്രോസ് വള്ളവും വലയും എല്ലാം വിട്ടുകൊണ്ട് ഓടി. എവിടെ? ആരാണത്? അത് നമ്മുടെ ഔസേപ്പിന്റെ മോൻ യേശുവാണ്. എന്നിട്ട് മിശിഹായുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. കണ്ടോ, 3-ാമത്തെ ആളും പാപ്പി കണ്ട വഴി എന്നെ പറഞ്ഞു, നീ പാറയാകുന്നു, നീ പാറമേൽ ഞാൻ. അപ്പൊ 3-ാമത്തെ ആളും മാറിയോ? അത് കഴിഞ്ഞിട്ടാണ് ഫിലിപ്പ് വന്നിട്ട് പറയാണ്, ഞാൻ കണ്ടു, മോശയുടെ പുസ്തകത്തിൽ ആരെക്കുറിച്ച് എഴുതിയിരിക്കുന്നു ആളെ ഞാൻ കണ്ടു. അത് കഴിഞ്ഞിട്ട് നത്താനിയേൽ, ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തിലെ പൂർവ്വഭാഗത്തിൽ ഈ 5 ഫസ്റ്റ് അപ്പസ്തോലന്മാര് പുതിയ സൃഷ്ടിയായ സംഭവമല്ലേ അവിടെ എഴുതിയേക്കണേ. അവരെങ്ങനെ സൃഷ്ടിയായി? അവര് പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ചോ? അവരോട് 10 കൽപ്പനകൾ പഠിപ്പിച്ചോ? അവര് വന്ന് കണ്ടോളൂ. അവർ യേശുവിനെ കണ്ടു, യേശുവിനെ വിശ്വസിച്ചു, ആ പ്രകാശം അവരെ വിഴുങ്ങി. അവർ വിശ്വസിച്ചു, അവർ പുതിയ സൃഷ്ടിയായി. അവരോട് ആരെങ്കിലും എന്തെങ്കിലും പഠിപ്പിച്ചോ? പശ്ചാത്തപിക്കാൻ പറഞ്ഞോ? നീ പഴയ പാപത്തിന്റെ ഒക്കെ ലിസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞോ? യേശു വന്നിരിക്കുന്നത് പുതിയ സൃഷ്ടിയാക്കാനാണ്. അവനിൽ വിശ്വസിച്ചവരും അവന്റെ നാമത്തെ സ്വീകരിച്ചവരും ദൈവമക്കളായി. ഇനി 2-ാം അധ്യായം എന്താ? ശ്രദ്ധിക്കണം കേട്ടോ. 2-ാം അധ്യായം, ഇത് ഭയങ്കര രസം. ഇത് 2-ാം അധ്യായം നോക്ക്. 2-ാം അധ്യായത്തിൽ എന്താ? കാനായില് കല്യാണത്തിന്
എല്ലാവരും ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. ആരൊക്കെയുണ്ട്? ഫരിസേയരും നിയമജ്ഞരും ഉണ്ട്, യേശുവും ശിഷ്യന്മാരും മാതാവും വരെയുണ്ട്. മാതാവ് നോക്കിയപ്പോൾ പറ്റിയ തക്കമാണ്. ഈശോയോട് പറഞ്ഞു അവരുടെ വീഞ്ഞ് തീർന്നു എന്ന് പറഞ്ഞാൽ മാതാവ് ഭയങ്കര പ്രോഫറ്റിക്കാണ്. എല്ലാത്തിനും നമ്മൾ പ്രോഫറ്റിക്കാണെന്ന് പറയുന്നില്ലെങ്കിലും മാതാവിൻ്റെ ഈശോയുടെയും ഹൃദയം ഒന്നാണ്. ഈ രക്ഷാകര പദ്ധതിയിൽ അതുവരെ ഏറ്റവും കൂടുതൽ ഇൻവോൾവ്മെന്റിലുള്ള ഒരാളാണ് മാതാവ്. പിതാവുമായ അബ്രാഹത്തിനോട് കൊടുത്ത വാഗ്ദാനം അനുസരിച്ചാണ് ഇതൊക്കെ നടക്കണമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആ പറഞ്ഞിട്ടുള്ള ആൾ മാതാവ്. അപ്പൊ മാതാവിന്റെ ജ്ഞാനത്തിലൂടെ ഇതൊക്കെ അറിയാം. എന്നിട്ട് പറഞ്ഞു അവരുടെ വീഞ്ഞ് തീർന്നിരിക്കണം എന്ന് പറഞ്ഞാൽ പഴയ വീഞ്ഞ് തീർന്നു, ഇനി നിന്റെ പുതിയ വീഞ്ഞെടുക്കേണ്ട സമയമായി എന്നർത്ഥം. അപ്പോൾ ഈശോ പറഞ്ഞു എൻ്റെ സമയമായിട്ടില്ലല്ലോ. അതായത് യേശുക്രിസ്തുവിലൂടെ വരാനിരിക്കുന്ന പീഡാനുഭവവും കുരിശുമരണവും കഴിഞ്ഞാലേ പുതിയ വീഞ്ഞ് ആവുമെന്നുള്ളതാണ് തിയറി. പക്ഷെ അതിൻ്റെ ഒരു അഡ്വാൻസ് ആൻറ്റിസിപ്പേറ്റഡ്, നമ്മൾ ഞായറാഴ്ച കുർബാന ശനിയാഴ്ച ചെല്ലണമാതിരി കർത്താവിനെ സംബന്ധിച്ച് ഇന്നലെ ഇന്നും ഒന്ന് തന്നെയാണ് എന്ന മാതിരി എളുപ്പം മനസ്സിലായില്ലേ? ഞായറാഴ്ച കുർബാന ശനിയാഴ്ച സ്വീകരിച്ചു, കാരണം നമുക്ക് ഞായറാഴ്ച പോകാൻ സമയമില്ല. അപ്പോൾ കർത്താവ് അത് മനസ്സിലാക്കുന്നു എന്ന പോലെ ആ വരാനിരിക്കണതിൻ്റെ ഒരടയാളം കാണിക്കുക. ആ അടയാളമല്ലേ ഞാൻ മാതാവ്. മാതാവ് അടയാളമാണ്. എന്തിൻ്റെ അടയാളം? ഈ പുതിയ വീഞ്ഞാകുന്ന കൃപ നിറഞ്ഞ ഉത്ഭവഭാവത്തെ മുഴുവനും മാറ്റിയ അടയാളമാണ്. എന്നാ ശരി, നടത്താം. അപ്പോഴാണ് പറയണേ അപ്പോൾ അവിടെ അവർക്ക് വീഞ്ഞുണ്ടാക്കി കൊടുക്കാൻ മാത്രമാണ് ഇത് നടത്തുന്നതെങ്കിൽ ആ പഴയ വീഞ്ഞ് കുടത്തിൽ വീഞ്ഞ് നിറയ്ക്കാൻ പറഞ്ഞാൽ പോരെ? പഴയ തോൽക്കുടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, അതിൽ വീഞ്ഞുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ വീഞ്ഞുണ്ടായേനെ. അതല്ല ഇവിടുത്തെ ലക്ഷ്യമായിരുന്നത്. കൽഭരണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുളിമുറിയിൽ കാല് കഴുകാൻ വെള്ളം വയ്ക്കണ ഭരണി മാതിരിയാണത്. അല്ലെങ്കിൽ കൽക്കുടം അതാരെങ്കിലും കുടിക്കാനായിട്ട് ഉപയോഗിക്കുമോ? അവിടെയൊക്കെ ഭയങ്കര കാര്യമാണ്. അത്രയ്ക്ക് നികൃഷ്ടമായ, ആരും കാല് കഴുകാൻ ഉപയോഗിച്ചിരുന്ന ശുദ്ധീകരണത്തിന്റെ വെള്ളം വെച്ച ഭരണിയാണ് എടുത്തേക്കണേ. അല്ലെങ്കിൽ ആ ഭരണികൾ എടുത്തു. അതിനെ ദൈവം മഹത്വീകരിക്കുകയാണ്. അത് മനുഷ്യന്റെ ആകുന്ന മണ്ണിന്റെ മൺ കൂടാരങ്ങളാണ്. ഇതൊക്കെ ഞാൻ ഇന്നിത് പറയുമ്പോൾ ഇതൊന്നും അറിയാണ്ടാണ് കുരിശിൽ നിന്നുള്ള ആ സ്വരം കേട്ടെന്നുള്ള പാട്ട് എഴുതിയപ്പോ കാനായിൽ വന്ന പോലൻ ഹൃദയത്തിൽ ഇന്ന് കടന്ന് വന്നിടണേ, അവരുടെ വീഞ്ഞ് തീർന്നു പോയി എന്ന് പുത്രനോടൊന്ന് ചൊല്ലിയിടണേ. അത് കഴിഞ്ഞിട്ട് പാടുന്നത് ഇതുണ്ട്, ഈ കൽഭരണികൾ നമ്മളാകുന്ന പാപജലം, ഈ കൽഭരണികളിലുള്ള പാപജലം മാറ്റി പുതുജീവനാക്കണമെന്ന് അന്ന് എഴുതിയത് എനിക്കിതൊന്നും മനസ്സിലാകാണ്ട് എഴുതിയതാ. ഇപ്പൊ അത് കറക്റ്റ് ഫിക്സ് ആവാണ്. ഇത് ഈ ഒരു 2-3 വർഷം മുമ്പാണ് ഇത് മനസ്സിലായത്. ദൈവമേ, ഞാനും എന്തോരം പ്രഘോഷിച്ചിട്ടുള്ളൂ. കാനായിയുടെ കല്യാണത്തിന് മാതാവ് വന്ന ആ കുടുംബത്തിലെ അരക്ഷിതാവസ്ഥ മാറ്റി. അവര് കല്യാണ വിരുന്നിന് ബിരിയാണി തീർന്നു പോകാണെങ്കിൽ എന്തായിരിക്കും ഒരു വീട്ടിലെ അവസ്ഥ? അത് നേരത്തെ കണ്ടിട്ട് മാതാവ് അവിടെ വന്ന് വീഞ്ഞൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ അച്ഛതയുടെ അന്ന് ഞാൻ വലിയ വചന പ്രഘോഷകനായിരുന്ന കാലഘട്ടത്തിൽ ജനലക്ഷങ്ങളോട് വചനം പ്രഘോഷിച്ചിരുന്നപ്പോഴൊക്കെ അത് കേട്ടിട്ട് ആളുകൾ തകർത്ത് ഭയങ്കര സ്തുതിച്ച്. പക്ഷേ അതെല്ലാം പിന്നീട് ഇപ്പോഴല്ലേ മനസ്സിലാവണേ, വെള്ളം വീഞ്ഞാക്കുക എന്ന് പറയുന്നത് ഈ ഫരിസേയരുടെയും നിയമജ്ഞരുടെയും പഴയ നിയമമാകുന്ന ആ വെള്ളത്തിനെ യേശുക്രിസ്തുവിന്റെ കൃപാവരത്തിലൂടെ താനെ മാറ്റി. ദൈവത്തിന്റെ ഇനിഷ്യേഷൻ. വെള്ളം സൃഷ്ടിയാണ്. വെള്ളത്തിന് വീഞ്ഞാകാൻ പറ്റുമോ? വെള്ളം ഓക്സിജനും ഹൈഡ്രജനുമാണ്. വെള്ളം H2O ആണ്. ഈ H2O എന്ന വെള്ളത്തെ CH3CH2OH ഇതൊക്കെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. CH3CH2OH അതിന്റെ മോളിക്യൂൾസ് മനസ്സിലായപ്പോഴാണ് ശരിക്കും ക്ലിയർ ആവുന്നത്. വെള്ളത്തിന്റെ മോളിക്യൂൾസ് അല്ല വീഞ്ഞിന്റെ മോളിക്യൂൾസ്. അപ്പോൾ ഒരു മോളിക്യൂലാർ ട്രാൻസ്സബ്സ്റ്റാൻസിയേഷനിലൂടെയാണ് പുതിയ സൃഷ്ടിയാകുന്നത് എന്നത് ക്ലിയർ ആക്കി അവിടെ. അതാണ് അടയാളം എന്ന് പറയുന്നത്.
അത് കഴിഞ്ഞപ്പോഴാണ് അത് കുടിച്ച ഒരാൾ പറയാൻ, എടാ നീ ഈ പുതിയ വീഞ്ഞ് ഇത്രയും നാളും സൂക്ഷിച്ചു വെച്ചിട്ട് ഇത്രയും ഞങ്ങൾക്ക് ആദ്യം പഴയ, സാധാരണ കല്യാണത്തിന് ആദ്യം പുതിയ വീഞ്ഞ് കൊടുത്ത് അവര് മത്ത് പിടിക്കുമ്പോ പിന്നെ എന്ത് വേണേലും കൊടുക്കാറ്. പക്ഷേ അപ്പൊ ഇതെല്ലാം ഈ രക്ഷാകര പദ്ധതിയുടെ ഒരു ഭാഗമായിട്ടാണ് അവിടെ പറയണത്. അപ്പോ പഴയ തോൽക്കുടം ഉപയോഗിച്ചേയില്ല, പുതിയ തോൽക്കുടത്തിന് പകരം പുതിയ കൽഭരണികളിൽ വെള്ളം നിറച്ച് ആ വെള്ളത്തെ വീഞ്ഞാക്കി കൊടുത്തത് മുഴുവനും. എന്നിട്ട് മാതാവ് പറഞ്ഞു, ഇനി അവൻ പറയണത് ചെയ്യുക എന്ന് പറഞ്ഞാൽ മോശയും പ്രവാചകന്മാരും പറയണതല്ല ഇനി നിങ്ങൾ ചെയ്യേണ്ടത്. മോശയും പ്രവാചകന്മാരും യോഹന്നാനോടെ കഴിഞ്ഞു, ഇപ്പൊ വന്നിരിക്കുന്നവനാണ് അവർ പറഞ്ഞിരിക്കുന്നവൻ, അവൻ പറയണത് ചെയ്യാന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്. ഇതന്നെയാണ് മലയില്, താബോർ മലയില് രൂപാന്തരീകരണ സമയത്ത് പറഞ്ഞത്. രൂപാന്തരീകരണ സമയത്ത് പത്രോസ് ഇപ്പൊ ഭയങ്കര നന്നായിട്ടുണ്ട്, യേശു ഭയങ്കര മഹത്വത്തില്, ഇതാ മോശയും എലിയ. ഒന്ന് മനസ്സിലാക്കേണ്ടത്, എങ്ങനെ ഈ പത്രോസിന് മോശയെ മനസ്സിലായി? മോശയുടെ രൂപം എന്തായിരുന്നിരിക്കാം? ഇതൊക്കെ മിസ്റ്റിസിസമാണ്. നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ സ്വർഗത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ച് നമുക്ക് മനസ്സിലാകും. ദൈവത്തിന്റെ മഹത്വമാണ് നമ്മളിൽ യേശുക്രിസ്തുവിലൂടെ വന്നിരിക്കുന്നത്. അപ്പൊ പത്രോസ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് മോശയെ തിരിച്ചറിയാൻ സാധിക്കുന്നു. മോശയെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? മോശ ശരീരത്തോടു കൂടിയാണോ അവിടെ നിൽക്കണേ? മോശയുടെ ശരീരം എവിടെ? മരിച്ച മോശയും ഏലിയായും എങ്ങനെയാണ് അവിടെ മലമുകളിൽ നിൽക്കണേ? ഇത് ഭയങ്കര പോയിന്റ്സ് ആണ്, ഇതൊക്കെ നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ. പക്ഷേ ഇത്രയും പത്രോസിന് മനസ്സിലായില്ല. ഈ മോശേനെയും ഈശോയെയും ഒരുപോലെ കണക്കാക്കി. അപ്പൊ അവിടെ എഴുതിയിട്ടുണ്ട്, അവൻ എന്താ പറയണേന്ന് അവൻ തന്നെ അറിഞ്ഞൂടാന്ന്. കാരണം പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണമായ നിറവ് കിട്ടിയിട്ടില്ല. മോശനെ കുറിച്ചൊക്കെ അറിയാം. എക്സാക്ട്ലി. അതെ. അപ്പോ ദൈവപിതാവ് കാർമേഘമായിട്ട് വന്നു. അഗൈൻ മോശയുടെ കാലത്തെ സിംബോളിസമാണ് ദൈവം മേഘത്തിൽ വരുന്നത്. അവിടെ നിന്ന് വലിയൊരൊച്ച പറയുകയാണ്, ഞാനിവിടെ നിന്ന് ചേർക്കാണ് ഒരു വരി, ഇനി നീ മോശയും ഏലിയായും പറയണതല്ല കേൾക്കേണ്ടത്. അവർ ആരെക്കുറിച്ച് പറഞ്ഞിരുന്നോ അവൻ ഇവിടെ വന്നിരിക്കുന്നു, അവൻ എന്റെ പ്രിയപുത്രൻ, ഇനി അവൻ പറയണത് കേൾക്കണം. ക്ലിയർ ആയില്ലേ? മനസ്സിലായോ? അവിടെ മോശ ചിലപ്പോ 10 കൽപ്പനയും പിടിച്ചിട്ടുണ്ടാവും, ഇവിടെ ഏലിയ സ്വർഗത്തിൽ നിന്ന് തീ വരണേന്ന് പറയുന്നുണ്ടാവും. ഇപ്പൊ ആ തീ അല്ല ഇനി വരേണ്ടത്. ഇവിടെ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിന്റെ തീയാണ് വരുന്നത്. ആ നിയമമല്ല ഇവിടെ പുതിയ നിയമത്തിൽ. ഒറ്റ നിയമം കൊണ്ട് ആ 10 നിയമത്തിനേക്കാൾ കൂടുതൽ ഫലപ്രദമായ ഒരു പുതിയ നിയമമാണ് വരുന്നത്. അവൻ പറയണത് കേൾക്കുക. ഇപ്പൊ ഈ അർത്ഥത്തിലാണ് ഈശോ എല്ലായിടത്തും പറയണത്, എന്റെ വാക്കുകൾ ശ്രവിക്കുവിൻ, എന്റെ വാക്കുകൾ അനുസരിക്കുകയും അത് പ്രാബല്യത്തിലാക്കുകയും ചെയ്യുന്നവൻ പാറമേൽ പണിത്. അതിന്റെ അർത്ഥം പഴയ നിയമത്തിലെ വാക്കനുസരിക്കണം എന്നുള്ളതല്ല. ഇപ്പൊ നമ്മൾ വചനം പറയുമ്പോൾ പഴയത് ബൈബിളല്ലേ, എന്തെങ്കിലും അനുസരിച്ചാൽ മതി, പോരാ. പഴയ നിയമത്തിൽ അനുസരിക്കണം അല്ല ഈശോ പറയണത്. ആ അർത്ഥത്തിലാണ് പറയണത്, രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടും. മോശ പറഞ്ഞ കാര്യം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടും എന്നല്ല പറയണേ, രാജ്യത്തിന്റെ ഈ സുവിശേഷം, ദൈവരാജ്യത്തിന്റെ. ആ അർത്ഥത്തിലാണ് മത്തായി എല്ലാ അവസാനം പറയണത്, നിങ്ങൾ ലോകമെല്ലാം പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ. മോശയെ പ്രഘോഷിക്കാനല്ല, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അനുസരിക്കാൻ പഠിപ്പിക്കുവിൻ. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്താ പറയുന്നത്? മോശയുടെ പ്രമാണമല്ല, ഞാനൊരു പുതിയ പ്രമാണം തന്നിട്ടുണ്ട്. ആ പുതിയ പ്രമാണം ഞാനതിന് ഗ്യാരണ്ടി തന്നിരിക്കുകയാണ്. എൻ്റെ ജീവൻ കൊടുത്തുകൊണ്ടാണ് ഈ പ്രമാണം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വളരെ എളുപ്പമാണത്. അപ്പോൾ ഈ അർത്ഥത്തിലാണ് അവരുടെ വീഞ്ഞ് തീർന്നു പോയെന്നും അവൻ പറയണത് അനുസരിക്കാമെന്നും ഈ പുതിയ വീഞ്ഞ് എന്ന് പറയണത് യേശുക്രിസ്തുവിലൂടെ ഇനി വിളമ്പാനിരിക്കുന്ന സുവിശേഷമാണ്. ഓക്കെ, ഇതിൻ്റെ അവസാനത്തിൽ അല്ലെങ്കിൽ 3-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ നിക്കോദേമോസ്, ഇപ്പൊ 2-ാം അധ്യായവും ഈ പുതിയ സൃഷ്ടിയാവുന്നത് തന്നെയല്ലേ. 3-ാം അധ്യായത്തിന്റെ മെയിൻ തീം എന്താ? നിക്കോദേമോസ് വന്നിട്ട് പറയാണ്,
അങ്ങ് ഈ ചെയ്യണ അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണ്. യു ആർ എ ടീച്ചർ ഹു ഹാസ് കം ഫ്രം ഗോഡ്. അപ്പൊ ഇവിടെ തന്നെ മനസ്സിലാക്കേണ്ടത് നിക്കോദേമോസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ടീച്ചർ ഓഫ് ഇസ്രായേൽ. പുള്ളിയാണ് ചീഫ് ടീച്ചർ, ഒഫീഷ്യൽ ടീച്ചറാണ്. പക്ഷെ നിക്കോദേമോസിന് ഇത്രയും മനസ്സിലായി, ഞാൻ ഈ പഠിപ്പിക്കുന്നതൊന്നുമല്ല യഥാർത്ഥ ടീച്ചിങ്. അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ടീച്ചർ. ആ ഗുരു എന്നുള്ള വാക്കിനെ നമുക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല. ഇംഗ്ലീഷിൽ യു ആർ എ ടീച്ചർ ഹു ഹാസ് കം ഫ്രം ഗോഡ്. അതയാൾ മനസ്സിലാക്കിയിരിക്കണം അത്രയും വരെ. അപ്പൊ പാർഷ്യൽ റെവലേഷൻ വരുന്നുണ്ട്, പക്ഷേ കംപ്ലീറ്റ് റെവലേഷൻ കൊടുക്കണില്ല. അത് പരിശുദ്ധാത്മാവ് വന്നിട്ട് കൊടുക്കുള്ളൂ. ഈ പാർഷ്യൽ റെവലേഷൻ ഇത്രയും മനസ്സിലാക്കി. എന്നിട്ട് പറയാണ്, ദൈവം കൂടെ ഇല്ലെങ്കിൽ ആർക്കും ഈ ചെയ്ത അടയാളങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഏത് അടയാളത്തെ കുറിച്ചാണ് പറയണത്? ഈ വെള്ളം വീഞ്ഞാക്കിയതിനെ കുറിച്ചല്ലേ. അപ്പൊ ഈശോ പറയാണ്, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നീ വീണ്ടും ജനിക്കുന്നില്ല. അപ്പൊ ഇത് കറക്റ്റ് അതിനെ റിലേറ്റ് ചെയ്തിട്ടല്ലേ ഈ വെള്ളം വീഞ്ഞാക്കിയതിനെ കുറിച്ചുള്ള അടയാളത്തെ കുറിച്ച് നിക്കോദേമോസ് പറയുമ്പോ ഈശോ പറയാണ്, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കയറാൻ പറ്റില്ല എന്ന്. അതായത് നീ കൽപ്പന മാത്രം പഠിപ്പിക്കുകയും കൽപ്പന പറഞ്ഞുകൊണ്ട് നടന്നാൽ ദൈവരാജ്യത്തിൽ കയറാൻ പറ്റില്ല നിനക്ക്. നീ വീണ്ടും ജനിക്കണം. വീണ്ടും ജനിക്കേ. ഇത്രയും റെവലേഷൻ നിന്നു. ഇപ്പോ ഇനി കൂടുതൽ പറഞ്ഞാൽ ആള് പ്രശ്നമാവും. അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് അവരല്ല മാറ്റണത്, അത് ഈശോ ക്രിസ്തു തന്റെ പരിശുദ്ധാത്മാവിലൂടെ അവരിൽ മാറ്റിയാലേ ശരിയാവുള്ളൂ. പറയാണ്, ഞാൻ ഈ വയസ്സായ ആള് എങ്ങനെ വീണ്ടും ജനിക്കണേ, എങ്ങനെ അമ്മയുടെ ഗർഭത്തിൽ കയറണേ? റെവലേഷൻ സ്റ്റോപ്ഡ് പുള്ളിയെ സംബന്ധിച്ച്. കാരണം അതാണ്, പഴയ വീഞ്ഞ് കുടിച്ച് പരിചയമുള്ളവര് പുതിയത് അത് മതിയെന്നേ പറയുള്ളൂ. അപ്പൊ ഈ പഴയ നിയമവും അതിന്റെ എല്ലാ